everyone, welcome back to Silent Learning. ഞാൻ നിങ്ങളുടെ അനുവസാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. അതായത് നമുക്കറിയാം സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിന്ന് ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഈ 5 ലോസ് എന്നാണ്. അപ്പൊ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, എലമെന്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, കുറച്ച് ലോസ് ഒക്കെ എന്ത് ചെയ്യും, പാലിക്കും. അപ്പൊ ആ ലോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 പേരെ നമ്മൾ പഠിക്കണം. അപ്പൊ ആദ്യത്തെ ലോ ആണ് നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് നിങ്ങൾക്കറിയാം മാസ് കൺസേർവ്ഡ് ആണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻസിന്റെ മാസും പ്രോഡക്ട്സിന്റെ മാസും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. മാസ് ഇസ് നീദർ ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ് അല്ലെ. അപ്പൊ ഈ ലോ പറഞ്ഞത് ആരാണെന്നാണ് ആദ്യം ചോദിക്കുക. നമ്മുടെ ആന്റോയിൻ ലവോയ്സിയർ ആണ് ലോ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ആന്റോയിൻ ലവോയ്സിയർ. അപ്പൊ അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ആലോചിക്കാം, മാസ് ആന്റണി എന്ന് ആലോചിച്ച് വെക്കാം. അപ്പൊ ആന്റോയിൻ ലവോയ്സിയർ, മാസ് ആന്റണി, അപ്പം ആന്റോയിൻ ലവോയ്സിയർ എന്ന് ഓർമ്മ വരും. അപ്പൊ ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, ലോ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് മാറ്റർ. മാറ്ററിനെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഈ ഒരു ലോ അനുസരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇക്വേഷൻസിനെ, കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യുന്നത് ഏത് ലോ വെച്ചിട്ട്, ഏത് ലോയിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പൊ ഇനിയിപ്പോ ആരും ചോദിക്കില്ല മിസ് ഇക്വേഷൻ ബാലൻസ് ചെയ്യണോ, ബാലൻസ് ചെയ്യണം, ഇല്ലെങ്കിൽ യു ആർ വയലേറ്റിംഗ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ അത് സെറ്റാണല്ലോ, സെറ്റാണ്. ഇനി നമുക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചോദിക്കാം. അതായത് നോക്കിക്കേ, 10 gram of CaCO3 on heating gives 4.4 gram of CO2. Then determine the weight of product formed. Product CaO. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ദേ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു, സീനായി, എക്സാം ടഫായി. ഒന്നുമില്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ക്വസ്റ്റ്യനാ. ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്തു എന്ന് കാണിക്കാനല്ലേ നമ്മൾ ചെറിയൊരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കും അല്ലെ, അത് ഹീറ്റ് ആണ്. അപ്പൊ എന്ത് കിട്ടും, നമ്മുടെ കാർബൺ ഡയോക്സൈഡും CaOയും കിട്ടും അല്ലെ. CaCO3 കാക്കോ3 അല്ലെ, കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ക്യുക്ലൈമും കാർബൺ ഡയോക്സൈഡും കിട്ടും. എന്നിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് 10 gram ഉണ്ടായിരുന്നു, റിയാക്ടന്റ് 10 gram ഉണ്ടെങ്കിൽ പ്രോഡക്റ്റും 10 gram ഉണ്ടാവണം. 4.4 gram CO2 ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ CaO എത്ര ഉണ്ടാവുക, ടോട്ടൽ 10ന്ന് 4.4 കുറച്ചാൽ മതി. 10 - 4.4 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും, 5.6 grams. സിമ്പിൾ, നിസ്സാരം അല്ലെ. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ മിസ് പഠിപ്പിച്ചപ്പോ കണ്ടുകൊണ്ട് ഇനി എക്സാമിന് കണ്ടാൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യും. ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ നിന്ന് കാണുമ്പോൾ നിങ്ങളത് ചെയ്യില്ല. ഓക്കെ, അതേപോലത്തെ സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാകും. ഇവിടെ നോക്കിക്കേ, NaHCO3നെ നമ്മൾ എന്ത് ചെയ്തു, CH3COOH ആഡ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടൂന്നറിയോ, ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. CH3CONAയും CH3COONAയും പിന്നെന്താ CH2Oയും അതുപോലെ CO2വും കിട്ടും. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ 6.3 grams ഓഫ് NaHCO3 ആണ് ഉള്ളത്. ഇവൻ 6.3 grams ഉണ്ട്. ഇനി ഇത് 15 grams ഓഫ് CH3COOHലേക്കാണ് ആഡ് ചെയ്തത്. അപ്പൊ ഇവര് ടോട്ടൽ എത്രയുണ്ട്, 15 plus 6.3 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 21.3 grams ടോട്ടൽ ഉണ്ട് അല്ലെ, ഉണ്ട്. ഇനി ഇവിടെ നോക്കുക, ദ റെസിഡ്യൂ ഇസ് ഫൗണ്ട് വെയിറ്റ്. റെസിഡ്യൂ ഏതിന്റെയാണെന്നറിയോ, CH3CONAയും H2Oയും കൂടി ചേർന്ന് ഇവർ രണ്ടുപേരും കൂടി 18 gram ഉണ്ടെങ്കിൽ ഇവന്റെ വെയിറ്റ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അവന്റെ വെയിറ്റ് എത്രയാ, CO2ന്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 21.3 നിന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവന്റെ വെയിറ്റ് കിട്ടും അല്ലെ. അപ്പൊ എത്രയാണ് വെയിറ്റ് വരുന്നതെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ CO2ന്റെ വെയിറ്റ് എത്രയാണ് വരുന്നതെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ഇത് പ്രൊപ്പോസ് ചെയ്ത ആരാണ്, ജോസഫ് പ്രൗസ്റ്റ് ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, DJ എന്ന് ഓർത്താൽ മതി. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ DJ.
ജോസഫ് ഫ്രോസ്റ്റ്. അപ്പൊ DJ നമ്മുടെ DJ ആ DJ ഓർത്താൽ മതി. ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ഇസ് ജോസഫ് ഫ്രോസ്റ്റ്. ഓക്കെ സെറ്റ്. ഓക്കെ, മറ്റത് മാസ് ആന്റണി എന്ന് ഓർത്താൽ മതി, ആന്റോയിൻ ലവോയ്സിയർ. ഇതെന്താണ്? DJ ആണ്. ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ ഇസ് ജോസഫ് ഫ്രോസ്റ്റ്. ഓക്കെ, അത് എപ്പോഴും ചോദിക്കും കേട്ടോ. അപ്പൊ എന്താ ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്? ഒന്നുമില്ലടാ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? കെമിക്കൽ കോമ്പൗണ്ട്സ് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് കമ്പൈൻ ടുഗദർ. എന്താ? സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായത് ഇവരുടെ പ്രപ്പോർഷൻ മാറുന്നില്ല. H2O, ഞാൻ വെള്ളം എടുത്തു കഴിഞ്ഞാല് ഞാൻ പ്യുവർ വാട്ടർ എടുത്താലും, ഞാൻ ടാപ്പ് തുറന്ന് വെള്ളം എടുത്താലും, കിണറ്റ് ചാടി വെള്ളം എടുത്താലും, കടലിൽ പോയി വെള്ളം എടുത്താലും ഒക്കെ വെള്ളം എന്ന് പറയുന്ന ആള്, H2O എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ്? 2 gram ഹൈഡ്രജനും ഓക്സിജന്റെ വെയിറ്റ് എത്രയാണ്? 16 grams ആണ്. ദാറ്റ് ഇസ് 1:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വരുന്നത്. അല്ലെ, 1:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. എവിടെയൊക്കെ പോയി നിങ്ങൾ വെള്ളം എടുത്താലും H2Oയിൽ എങ്ങനെയായിരിക്കും? അവരുടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ, മാസിന്റെ റേഷ്യോ 1:8 ആണ് എന്ന് പറയുന്ന ലോ ആണ് നമ്മളുടെ ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഓൾ സാമ്പിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഓക്സിജൻ ഇൻ ദ മാസ് ഓഫ് റേഷ്യോ 3:8. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അവരുടെ കാർബണിന്റെയും ഓക്സിജന്റെയും റേഷ്യോ എങ്ങനെയാണ്? CO2 ആണ്. അപ്പൊ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിന്റെ മാസ് എത്രയാ? കാർബൺ ഇസ് 12. ഓക്സിജൻ എത്രയാ? 32 ആണ്. അപ്പൊ ഇവരുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3:8 എന്ന് വരും. അല്ലെ, 3:8 എന്ന് വരും. അപ്പൊ ഇതെന്താ പറയണത്? ദാറ്റ് ഇസ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആണ്. അപ്പൊ ഇതേപോലെ ചോദിക്കും. ഓക്കെ, ഇതേപോലെ ചോദിക്കും. ഷുവർ ആയിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കി വെക്കാം. ഇനി അടുത്ത ലോ നമ്മൾ പറയുന്നത് എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരെയാണെന്നറിയോ ഓർക്കേണ്ടത്? നമ്മുടെ ഡാൽട്ടനെ ഓർക്കണം. ഡാൽട്ടൻ ചേട്ടനാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? MD എന്നാണ് നമ്മൾ ഇവിടെ കോഡ്. MD, നമ്മൾ മാനേജിംഗ് ഡയറക്ടർ എന്നൊക്കെ പറയില്ലേ? അപ്പൊ MD എന്ന് ഓർക്കുക. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇസ് ജോൺ ഡാൽട്ടൺ. ഡാൽട്ടൺ ചേട്ടന്റെ ആണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ്. അപ്പൊ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്യുകയാണ്. 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് 2-ലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് H2ഉം O2ഉം കമ്പൈൻ ചെയ്ത് ആരൊക്കെ ഉണ്ടാവാം? H2O ഉണ്ടാവാം. അതുപോലെ തന്നെ H2ഉം O2ഉം കമ്പൈൻ ചെയ്ത് ആരുണ്ടാവാം? H2O2 ഉണ്ടാവാം. അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവാം, ഹൈഡ്രജൻസ് പെറോക്സൈഡ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, 2 gram ഹൈഡ്രജൻ ആണ്. ഇവിടെയും 2 gram ഹൈഡ്രജൻ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ half O2 കൊടുക്കണം, എന്നാലേ ഇക്വേഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. അല്ലെ, അപ്പൊ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 gram ഹൈഡ്രജൻ, 2 gram ഹൈഡ്രജൻ. ഓക്സിജന്റെ മാസ് എത്രയാ വരുന്നത്? ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. ഓക്സിജൻ എത്രയാ? 16 grams ആണ്. ഇവിടെ 32 grams ആണ്. ഇവിടെ വെള്ളം ഉണ്ടാവുന്നുണ്ട് അല്ലെ, 18 gram വെള്ളം ഒന്നും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ 34 grams ഓഫ് H2O2 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം അല്ലെ 2-ലധികം ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവാണ്. നോക്ക്, വെൻ 2 elements combine with each other to form 2 or more compounds. 2 elements കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നോക്കിക്കേ, the mass of one element which combine with a fixed mass of other. ഇവിടെ 2 grams of hydrogen fixed ആണ്. മറ്റേ എലമെന്റിന്റെ മാസ് നോക്കിക്കേടാ. മറ്റേ എലമെന്റിന്റെ മാസ് ഒരാളുടെ 16 grams ഒരാളുടെ 32 grams ആണ്. അപ്പൊ 16:32 ആണല്ലേ വരുന്നത് അല്ലെ? അവരുടെ റേഷ്യോ നോക്കിക്കേ, 1:2 എന്നല്ലേ വരുന്നത്. 16:32 is equal to 16:2 ആണ് 32. അതായത് mass of one element which combined with a fixed mass of other എങ്ങനെയായിരിക്കും? അവരൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ H2 ഫിക്സ് ആയിരുന്നു. ഓക്സിജന്റെ മാസ് എങ്ങനെയാണ്? അവിടെ റേഷ്യോ എടുത്തപ്പോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ വന്നു. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് എങ്ങനെയാ അറിയോ ക്വസ്റ്റ്യൻ വരിക? അതാ ഇങ്ങനെ ചോദിക്കും, റൈറ്റ് എൻ എക്സാമ്പിൾ ഓഫ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അല്ലെങ്കിൽ ഇതിൽ ഏതാണ് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്? നമ്മൾ നോക്കുക, 2 എലമെന്റ്സും സെയിം ആയിരിക്കണം. ഇവിടെ കാർബണും ഓക്സിജനും, ഇവിടെ കാർബണും O2. അപ്പൊ Cu and CO2 അല്ലെ അവര് കാണിക്കും. ഇവിടെ നോക്കി, കാർബണോ ഓക്സിജനോ ഹൈഡ്രജനോ പറ്റത്തില്ല, ഇവര് കാണിക്കില്ല. എപ്പോഴും എലമെന്റുകൾ സെയിം ആയിട്ട് വരണം അല്ലെ. 2 സെയിം എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാവണം. ഓക്കെ, ഇനി നോക്കിക്കേ, ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് കോമ്പൗണ്ട്സ്. ആരാ കാണിക്കാം?
സോഡിയം ക്ലോറൈഡും സോഡിയം ബ്രോമൈഡും കാണിക്കില്ല, ഡിഫറെന്റ് ആയി പോയി. വാട്ടറും ഹെവി വാട്ടറും കാണിക്കില്ല. വാട്ടർ ഇസ് H2O, ഹെവി വാട്ടർ വേറെയാണ്. H2O അല്ല ഹെവി വാട്ടർ എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും അത് കാണിക്കും. ഓക്കെ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് മഗ്നീഷ്യം ഓക്സൈഡ് കാണിക്കില്ല. ഇവിടെ സൾഫറിന്റെ ഓക്സൈഡ്സ് ആണ്. SO2 SO3 അവൻ കാണിക്കും. ഇവിടെ നോക്കിക്കുക, അടുത്ത പെയർസ് ആരൊക്കെയാണ് കാണിക്കുന്നത്? SnCl2 SnCl3 ആണ്. രണ്ടുപേരും ഒരേപോലെ ആണോ എന്ന് നോക്കുക, അവരുടെ പ്രൊപ്പോർഷൻ ഡിഫറെന്റ് ആണോ നോക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മുടെ നാലാമത്തെ ലോ എന്ന് പറയുന്നത് ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ് ആണ്. ഈസി ആണ്. എന്താ പറയണത്? ഗ്യാസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന കേസിൽ, ഗ്യാസുകൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വോളിയംസിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയംസ് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് വോളിയംസിന്റെ റേഷ്യോ, അതായത് റേഷ്യോ ഓഫ് ദ പ്രോഡക്ട്സിന്റെയും റിയാക്ടൻസിന്റെയും വോളിയംസ് എങ്ങനെയായിരിക്കും? When gases react with each other, they do so in volumes which bear simple whole number ratio of one another and the volumes of products of gases. അതായത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. എക്സാമ്പിൾ നോക്കുക, നമ്മുടെ റിയാക്ഷൻ N2 + 3H2 giving 2NH3. ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ എടുത്താൽ അതിന്റെ വോളിയത്തിന്റെ റേഷ്യോ എഴുതൂ എന്ന് ചോദിച്ചാൽ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. ബാലൻസ്ഡ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ അതാണ് വോളിയത്തിന്റെ റേഷ്യോ. കണ്ടോ, റേഷ്യോ ഓഫ് N2 = H2 = NH3 എന്ന് പറയുന്ന എത്രയാണ്? അവരുടെ നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ കൊടുത്താൽ മതി. N-ന് 1 ആണ്, H-ന് എത്രയാ? 3 ആണ്, NH3ക്ക് എത്രയാ? 2 ആണ്. 1:3:2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി അല്ലെ? അപ്പൊ ഇത് പറയണ കണ്ടോ, ദിസ് ലോ ഇല്ലുസ്ട്രേറ്റ് എന്താണ്? ലോ ഓഫ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അവസാനത്തെ അഞ്ചാമത്തെ ലോ ആണ് അവഗാഡ്രോസ് ലോ. എന്താണ് അവഗാഡ്രോസ് ലോ പറയുന്നത്? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ ടെമ്പറേച്ചർ ഓഫ് പ്രഷർ, സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂളുകൾ അല്ലെ? ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസുകൾ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അത് അവഗാഡ്രോ നമ്പറിന് ഈക്വൽ ആയിരിക്കും. 6.022 × 10⁻23 ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റനും കൂടി നോക്കാം. അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ്സ് ആൻഡ് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇസ് ദ കറക്റ്റ് ആൻസർ. ഈ 5 ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. പിന്നെ ഓരോ ലോ സ്റ്റേറ്റ് ചെയ്യാനും അത് ആര് പ്രപ്പോസ് ചെയ്തു എന്നും ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനിയും പുതിയ ടോപ്പിക്സ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് മിസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക. ആ ടോപ്പിക്കിന്റെ വീഡിയോ ആയിട്ട് മിസ് വരുന്നതാണ്. Thank you everyone.